ഡിയർ സ്റ്റുഡൻസ്, 4th സ്റ്റാൻഡേർഡിലെ ഹരിതം എന്ന യൂണിറ്റിൻ്റെ എൻ്റെ പനിനീർ ചെടി എന്ന പാഠഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ആക്ടിവിറ്റി കണ്ടെത്താം. കുട്ടി പനിനീർ ചെടിയെ എങ്ങനെയെല്ലാമാണ് പരിപാലിച്ചത്? ഓരോ ദിവസവും സന്തോഷത്തോടെ വെള്ളമൊഴിച്ചു, മുളകൾ കീടം നശിപ്പിക്കാതെ സംരക്ഷിച്ചു, കുരുന്നില ഉച്ചവെയിലിൽ വാടാതെ നോക്കി. ഇങ്ങനെയെല്ലാമാണ് കുട്ടി പനിനീർ ചെടിയെ പരിപാലിച്ചത്. ഹേമന്തം വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് പനിനീർ ചെടിക്കുണ്ടായത്? മഞ്ഞുകാലം വന്നപ്പോൾ ചെടി തളിർത്തു മനോഹരിയായി തീർന്നു. പിന്നെയോ മഞ്ഞുതുള്ളിയാകുന്ന മുത്തണിഞ്ഞ് സുമംഗലിയായി തീർന്നു. ഓരോ ചില്ലയിലും മുകുളങ്ങൾ ഉണ്ടായി. ഇത്രയും മാറ്റങ്ങളാണ് ഹേമന്തം വന്നപ്പോൾ പനിനീർ ചെടിക്ക് ഉണ്ടായത്. മഞ്ഞുതുള്ളിയാകുന്ന മുത്തണിഞ്ഞ് സുമംഗലിയായി തീർന്നു എന്ന് കവി പറഞ്ഞതിന്റെ അർത്ഥമെന്ത്? സുമംഗലിമാർ, അതായത് ഭർത്താവുള്ളവർ നെറ്റിയിൽ സിന്ദൂരം ചാർത്താറുണ്ടല്ലോ, അതുപോലെ പൂവിതളുകളിൽ മഞ്ഞുതുള്ളി അണിഞ്ഞ ചെടിയെ കണ്ടപ്പോൾ സുമംഗലിമാർ നിൽക്കുന്നത് പോലെയാണ് കവിക്ക് തോന്നിയത്. താഴെ ചേർത്ത ആശയം വരുന്ന വരികൾ കണ്ടെത്താം. കുട്ടി പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു. ശീതള ജലധാര പകർന്നു ഞാൻ. കുട്ടിയുടെ മനസ്സിൽ സന്തോഷമുണ്ടായി. ആർത്തിരമ്പുകയാണു വേലമെന്നന്തരംഗത്തിൽ ആനന്ദസാഗരം. നോക്കി നോക്കി മനൻ കുളിർപ്പുവാൻ. അങ്ങനെ 3 വരികളാണ് കുട്ടിയുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കിയത്. ഇനി അടുത്തത് കണ്ടെത്താം, എഴുതാം. സന്തോഷം എന്ന വാക്കിനു പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്തി എഴുതുക. പദങ്ങളും വേണം, പ്രയോഗങ്ങളും വേണം. അപ്പൊ പദങ്ങൾ ഏതൊക്കെയാണ് സന്തോഷത്തിന്? ആനന്ദം, മോദം. പ്രയോഗം മനം കുളിർപ്പിക്കുക. ഇനി ഇതുപോലെ താഴെ കൊടുത്ത വാക്കുകൾക്ക് സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതുക. മഞ്ഞ്, തുഷാരം, ഹിമം, നീഹാരം. ഇനി ശീതളം, തണുപ്പ്, ശൈത്യം, സുഷിമം. പൂവ്, പുഷ്പം, മലർ, സുമം. ലത, വള്ളി, പ്രദതി. അങ്കണം, മുറ്റം, ചത്വരം, അജിരം. മനം, മനസ്സ്, ചിത്തം, മാനസം. ഇനി പറയാം, എഴുതാം. ഹേമന്തം എന്നാൽ മഞ്ഞുകാലമാണല്ലോ. മറ്റേതൊക്കെ കാലങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം? അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെ? ഓരോന്നിനെ കുറിച്ചും ക്ലാസ്സിൽ ചർച്ച ചെയ്ത ശേഷം കുറിപ്പെഴുതുക. അപ്പം കേരളത്തിലെ ഋതുക്കളെ കുറിച്ചൊരു കുറിപ്പെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ സങ്കല്പമനുസരിച്ച് 6 ഋതുക്കളാണ് ഉള്ളത്. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്നിവയാണവ. പാശ്ചാത്യ രീതി അനുസരിച്ച് ആകെ 4 ഋതുക്കളേ ഉള്ളൂ. ഏതൊക്കെയത്? വസന്തം, ഗ്രീഷ്മം, ശരത്ത്, ശിശിരം ഉള്ളൂ. പക്ഷെ ഈ ഋതു വിഭജനമൊന്നും കൃത്യമായിരിക്കണമെന്നില്ല. അതായത് ഒരു ഋതു 2 മാസത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കൂല. കേരളത്തിൽ എന്നുവെച്ചാൽ ഈ തരത്തിലുള്ള ഋതു വിഭജനം പ്രായോഗികമല്ല. കുംഭം, മീനം, മേടം, ഇടവത്തിന്റെ പകുതി എന്നിവ നമുക്ക് ഗ്രീഷ്മകാലമാണ്. ഗ്രീഷ്മം എന്ന് വെച്ചാൽ വേനൽക്കാലമാണ്. 3 മാസം ഫുള്ളായിട്ടും ഇടവത്തിന്റെ പകുതി വരെയും നമുക്ക് വേനൽക്കാലാണ്. ഇടവമാസത്തിന്റെ 2ാം പകുതിയോടെ ആരംഭിക്കുന്ന വർഷക്കാലം ഇടവത്തിന്റെ പകുതി വരെയല്ലേ വേനൽക്കാലം. അത് കഴിഞ്ഞിട്ട് പകുതിയോടെ ആരംഭിക്കുന്ന വർഷക്കാലം തുലാം വരെ നീണ്ടു നിൽക്കും. ഇടവപ്പാതിയുടെയും തുലാവർഷത്തിന്റെയും ഇടയിലായിട്ടാണ് നമുക്ക് ശരത്കാലം കേരളത്തിലേക്ക് കടന്നു വരുന്നത്. മാനം തെളിയുകയും ചെടികൾ പൂക്കുകയും ചെയ്യുന്നു. ഓണം ഈ ഋതുവിലാണ് ആഘോഷിക്കുന്നത്. അതായത് ഓണക്കാലം കൊയ്ത്തുത്സവമല്ലേ, കൊയ്ത്തുകാലമാണത്. ഇത് കേരളത്തിന്റെ ഉപവസന്തമാണെന്ന് അഭിപ്രായം നിലവിലുണ്ട്. പിന്നീട് വൃശ്ചികം, ധനു, മകരം എന്നീ മാസങ്ങളിലാണ് ഹേമന്തം അനുഭവപ്പെടുന്നത്. ഹേമന്തം ശിശിരത്തിലേക്ക് വളർന്നു. ഈ ഋതുവിൽ കൊടും തണുപ്പും ശീതക്കാറ്റും ഉണ്ടാകും. ഇലകൾ കൊഴിയുന്നതും കായ്കനികളും പൂമ്പൊടികളും കാറ്റിന്റെ കൈകളാൽ വിതരണം ചെയ്യുന്നതൊക്കെ ഇക്കാലത്താണ്. ഗ്രീഷ്മത്തിന്റെ തൊട്ടു മുന്നിലോ തുടക്കത്തിലോ വസന്തം കേരളത്തിൽ കടന്നു വരുന്നു. വൃക്ഷങ്ങൾ തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ്. അതായത് ഋതുക്കളെ നമ്മൾക്ക് സാമാന്യമായിട്ട് കേരളത്തിൽ 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്: വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം. അടുത്ത ആക്ടിവിറ്റി എഴുതാം. ആർത്തിരമ്പുകയായ അനുവേലമെൻ അന്തരംഗത്തിൽ ആനന്ദസാഗരം. എന്തുകൊണ്ടാണ് കുട്ടിയുടെ മനസ്സിൽ ആനന്ദം ആർത്തിരമ്പിയത്?
താൻ വളരെ കൂടുതൽ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത പനിനീർച്ചെടിയിലെ മൊട്ടുകൾ മഞ്ഞുകാലത്ത് പുലരിയെ നോക്കി ചിരിച്ചത് കണ്ടപ്പോഴാണ് കുട്ടിയുടെ മനസ്സിൽ ആനന്ദസാഗരം ആർത്തിരമ്പിയത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. ഇനി ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കേ, ബൈ.